ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റിൽ ആ മേഖലയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് G. സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA H. സലാം അവിടെ LDFന്റെ കോട്ട കാക്കാൻ ഇറങ്ങുന്നു. അരുൺ അനിരുദ്ധനെയാണ് അവിടെ NDA ഫീൽഡ് ചെയ്യുന്നത്. ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള വലിയ രാഷ്ട്രീയ ചോദ്യം അമ്പലപ്പുഴയെ സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാനമാകെ ഉറ്റുനോക്കുന്ന പോരാട്ടം ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ്. ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ CS സുജാതയെ മുൻ MP അധിക്ഷേപിച്ച് G. സുധാകരൻ നടത്തിയ സംസാരങ്ങൾ, അതുപോലെ തന്നെ G. ഭുവനേശ്വരന്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇത് വിവാദമായി. H. സലാം അടക്കം മറുപടി പറഞ്ഞു. R. നാസർ വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള 100,000 കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിലെ അവസാനത്തെ ദിവസത്തെ ഏറ്റവും വലിയ കോൺട്രോവേഴ്സി ഉണ്ടാവുന്നതും അമ്പലപ്പുഴയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള അമ്പലപ്പുഴ. മറ്റൊന്ന് കായംകുളമാണ്. U. പ്രതിഭയെ നേരിടാൻ കായംകുളത്തേക്ക് M. ലിജു എത്തിയതോടുകൂടി അവിടെ മത്സരം വളരെ കടുത്തതായി മാറി. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. M. ലിജു ഒരിക്കൽ കൂടി കായംകുളത്ത് മത്സരിക്കുന്നു. തമ്പി മേട്ടുത്തറ അദ്ദേഹം NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക നാളുകളിലെ വിവാദങ്ങളിലൊന്ന് U. പ്രതിഭയെ ആക്ഷേപിച്ച് UDFന്റെ അവിടുത്തെ ഒരു മണ്ഡലം കൺവീനർ നടത്തിയ പ്രസംഗം, തുടർന്ന് M. ലിജു തന്നെ അതിന് നേരിട്ട് ഖേദപ്രകടനം നടത്തൽ. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ വിവാദങ്ങളുടെ ഒരു സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തവണ ആലപ്പുഴ ജില്ലയാണ്. അതിൽ തന്നെ ഈ 2 മണ്ഡലങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങളിലും പ്രവചനാതീതമായ പോരാട്ടം നടക്കുകയും ചെയ്യുന്നു. രഘുനാഥ് നാരായണൻ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. രഘു, കായംകുളത്തും അമ്പലപ്പുഴയിലും ആർക്കാണ് മേൽക്കൈ എന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പ്രചരണത്തിന്റെ അവസാനത്തെ 2 നാളുകളിലും നാളെ 6 മണിയാകുമ്പോൾ പ്രചാരണം അവസാനിക്കും. ഇന്ന് വന്ന ഏറ്റവും വലിയ വിവാദം അമ്പലപ്പുഴയിൽ നിന്നാണ്. G. സുധാകരന്റെ വാക്കുകൾ വലിയ വിവാദമാവുന്നു. അത് സംസ്ഥാന വ്യാപകമായി തന്നെ LDF ഏറ്റെടുക്കുന്ന ഒരു ധ്രുവീകരണത്തിന് സാധ്യത പോലും ആ വാക്കുകളിൽ അവർ തിരയുന്നുമുണ്ട്. മത്സരം എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നീങ്ങുകയാണോ? അഭിലാഷ്, LDFന് തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും അമ്പലപ്പുഴ ജയിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം തന്നെയാണ്. എന്നു മാത്രവുമല്ല, CPMനെ പോലെ തന്നെ G. സുധാകരനും അമ്പലപ്പുഴയിൽ ജയിച്ചേ മതിയാകൂ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പും വ്യക്തിപരമായ നിലനിൽപ്പ് പോലും ആ വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു പക്ഷേ ഈ സംസ്ഥാനത്തെ ഏറ്റവും കോൺഫിഡൻ്റായ ഒരു സ്ഥാനാർത്ഥി G. സുധാകരനായിരിക്കും. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം വിജയിക്കില്ല എന്ന് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എത്രയാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് പോലും വിജയിച്ച് MLA ആയി കഴിഞ്ഞു എന്നുള്ളൊരു ബോഡി ലാംഗ്വേജാണ് എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത്. എന്തായാലും വലിയ കനത്ത പോരാട്ടം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരു കൂട്ടരുടെയും അഭിമാന പോരാട്ടമായതുകൊണ്ട് തന്നെ എല്ലാവിധമായ സർവ്വ സന്നാഹങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. G. സുധാകരനെ അടുത്തറിയുന്നവർക്കറിയാം. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വിവാദമാകുന്ന പ്രസ്താവനയാണെങ്കിൽ പോലും അദ്ദേഹം ആലോചിച്ച് ഉറപ്പിച്ച് തന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. G. സുധാകരനുമായിട്ട് പഴയ CPM നേതാക്കൾക്കൊക്കെ പറയുന്നത്, G. സുധാകരൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് പല ഉദ്ദേശങ്ങളുണ്ടാവും, പല ലക്ഷ്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പലപ്പോഴും അദ്ദേഹം വിടുവായത്തമൊക്കെ പറയുകയാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഏത് കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടായിരിക്കാം, പ്രതികൂലമായിട്ടായിരിക്കാം വരുന്നത്. പക്ഷേ എന്നാലും അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപെങ്ങുമില്ലാത്ത വിധം അമ്പലപ്പുഴയിൽ വലിയ മുന്നേറ്റമാണ്. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് UDFനുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു സിറ്റിംഗ് സീറ്റായിട്ടാണ് അമ്പലപ്പുഴയെ കണ്ടിരുന്നത്. അതുകൊണ്ട് വലിയ നേതാക്കളടക്കം അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി CPMന് കനത്ത ആഘാതം നൽകിക്കൊണ്ട് G. സുധാകരൻ അവിടെ എത്തുന്നതും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുന്നതും. UDF ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉറപ്പിക്കുന്ന സീറ്റുകൾ ഒന്ന് തന്നെയാണ് അമ്പലപ്പുഴ. അതിന് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ വോട്ടുകളാണ്. പിന്നെ G. സുധാകരൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹം അഴിമതി രഹിതനാണെന്നുള്ള CPMന്റെ കേഡർ വോട്ടുകൾ അദ്ദേഹത്തിന് പോകുമെന്നല്ല പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായി CPMന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വോട്ടുകൾ അദ്ദേഹത്തിന് പോകും. അപ്പോഴും H. സലാം അവിടെ പുതുമയുള്ള ഒരാളല്ല. അദ്ദേഹം വർഷങ്ങളായി അമ്പലപ്പുഴ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഇന്ന് അല്പസമയം മുമ്പ് നമ്മൾ H. സലാമിൻ്റെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു തീരദേശ മേഖലയിലൂടെ 100 കണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു കാൽനട പ്രചരണ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു മത്സരഫലം എത്രത്തോളമാണ് എന്ന്, അല്ലെങ്കിൽ അത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ
കായംകുളത്തേക്ക് നമ്മൾ വന്നാൽ രാഷ്ട്രീയമായി CPM അല്ലെങ്കിൽ LDF ഒരു മുന്നേറ്റമുള്ള സ്ഥലമാണ്. പക്ഷേ അപ്പോഴും എം ലിജു നമ്മളിപ്പോൾ പ്രതിഭയുടെ ഒരു കരച്ചിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനു മുൻപാണ് എം ലിജു ഇതെൻ്റെ ഒരു അവസാനത്തെ ചാൻസാണ്, അല്ലെങ്കിൽ ഇനി എനിക്കൊരു ചാൻസ് ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം അതിവൈകാരികമായി സംസാരിക്കുകയും അദ്ദേഹം ഒരു പൊതുവേദിയിൽ വെച്ച് പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒരു പരിധിവരെ അത് വോട്ടർമാർക്കിടയിൽ ഒരു ചർച്ചയാക്കിയിട്ടുണ്ട്. ഒരു സഹതാപ തരംഗം ലിജുവിന് അനുകൂലമായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. UDF അനുകൂലമായി സംസ്ഥാനത്തൊട്ടാകെ ഒരു തരംഗം ഉണ്ടായാൽ ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നിലവിൽ UDF ആദ്യം പ്രതീക്ഷിക്കുന്ന സീറ്റുകളിലൊന്നാണ് കായംകുളത്തേത്. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDF അടിസ്ഥാനപരമായ വോട്ടുകളുള്ള സ്ഥലമാണ്, KPAC ഉള്ള സ്ഥലമാണ്. തീർച്ചയായിട്ടും അത് വളരെ വളരെ രസകരമായ അതേസമയം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടം അവിടെ ഉണ്ടാക്കും. നിശ്ചയമായും വ്യക്തിപ്രഭാവം ഉണ്ട് എം ലിജുവിന്, അതേസമയം രാഷ്ട്രീയമായ അടിത്തറ LDF അതുകൊണ്ട് കായംകുളത്ത് ഒരു പ്രവചനാതീതമായ മത്സരം നടക്കും. അമ്പലപ്പുഴ സംസ്ഥാനം ആകെ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു മത്സരത്തിലേക്ക് അമ്പലപ്പുഴയും പോകുന്നു.